ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരു പ്രധാന അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്ക് ഇതൊരു സന്തോഷ വാർത്തയായി കാണാം. ഇറാനും അമേരിക്കയും ധാരണയിലെത്തിയാൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി വർദ്ധിക്കും. ഇത് വില കുറയാൻ കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ആയുധങ്ങൾക്കായി ഇറാന്റെ ആണവോർജ്ജമായ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത് തടയാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനായി 2015 US, UK, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം ആണവായുധങ്ങൾക്കായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ 3.67% മാത്രമേ ഇറാൻ സമ്പുഷ്ടമാക്കാവൂ. ഇത് ഇറാൻ അംഗീകരിച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങും. യുറേനിയം ആയുധ കരാറിന് ഇറാൻ സമ്മതിച്ചു. എന്നിരുന്നാലും 2018 പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചു. കരാറിനെ ഒരു വഞ്ചനയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇറാന് മാത്രമേ ഇതിൽ ഗുണം ലഭിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക പിന്മാറിയതിനു ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. നിലവിൽ ഇത് 60% വരെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 90%-ത്തിലായാൽ ഒരു ആണവായുധം സൃഷ്ടിക്കപ്പെടും. 60-ൽ നിന്ന് 90-ലേക്ക് പോകുന്നത് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്ക ഭയം പ്രകടിപ്പിച്ചു. ഈ ഭയം സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും നയിച്ചു. ഇത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചു. ഇതിനർത്ഥം നിരോധനത്തിന് മുമ്പ് ഇന്ത്യ പ്രതിദിനം ഏകദേശം 4-5 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം അമേരിക്കയുടെ വാക്കുകേട്ട് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. ഇറാന് പകരം സൗദി അറേബ്യയിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഡോളറിലാണ് പണം നൽകേണ്ടത്. ഇതാണ് ഒരു തലവേദനയായി മാറിയിരിക്കുന്നതും. അതുപോലെ റഷ്യൻ എണ്ണയും വിലക്കുറവിൽ ലഭ്യമാണ്. എന്നിരുന്നാലും ഇതിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് നല്ല നേട്ടങ്ങളുമുണ്ട്. ഈ എണ്ണ വിലക്കുറവിലായിരിക്കും ഇന്ത്യക്ക് ലഭ്യമാകുക. അതുകൊണ്ട് പ്രതിമാസം 1500 കോടി ലാഭിക്കും. നിലവിൽ ബാരലിന് $90 ലഭ്യമാകുന്നത്. ഇറാനിൽ നിന്ന് വാങ്ങിയാൽ $87-85 എണ്ണ കിട്ടും. ഇങ്ങനെ ചെയ്താൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വിലയിൽ ₹1 വരെ കുറവുണ്ടാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ അമേരിക്ക ഇറാനുമേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കണം. ഇതു സംബന്ധിച്ച ചർച്ചകൾ അടുത്തിടെ കസാക്കിസ്ഥാനിൽ നടന്നതാണ് ഇറാന്റെ പ്രതീക്ഷ. US-ന്റെ ഭാഗത്തു നിന്നും വിറ്റ്കോഫും ഇറാന്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും യോഗത്തിൽ പങ്കെടുത്തു. കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്നും അടുത്ത യോഗത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും അബ്ബാസ് അരാഗ്ചി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അടുത്തിടെ റഷ്യയിലെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, US യാഥാർത്ഥ്യ ബോധമുള്ളവരാണെങ്കിൽ ഈ പ്രശ്നം തീർച്ചയായും ഉടൻ അവസാനിപ്പിക്കുമെന്നാണ്. അതായത് അവർ നമ്മെ ബഹുമാനത്തോടെ സമീപിക്കുകയും യാഥാർത്ഥ്യബോധത്തോടെ ചർച്ച നടത്തുകയും ചെയ്താൽ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടും. യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ അമേരിക്ക ഈ കരാറിൽ നിന്ന് ഇനി പിന്മാറില്ലെന്ന് ഉറച്ചു പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും സമാധാനത്തിലെത്തിയാൽ ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കും. ഇത് ഇന്ത്യക്ക് നേട്ടമുണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ്.